നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയ ഒരു വർഷം ആരംഭിച്ചു അല്ലേ. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ തന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കേട്ട് എൻ്റെ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുള്ള നിസ്സീമമായിട്ടുള്ള എൻ്റെ സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് പറ്റാവുന്ന അത്രയും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകളൊന്ന് നോക്കിയിട്ട് ഞാൻ അതിനൊന്ന് പ്രതികരിക്കാം, മറുപടി പറയാം ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വായിക്കാം അല്ലേ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തുടങ്ങിയത് തൊട്ട് ഞാൻ തുടങ്ങാം, ബാക്കിലേക്ക് പോകാം കേട്ടോ. കാരണം ഒരുപാട് മുന്നിൽ പോയാൽ ഒരു പക്ഷേ എത്തിയില്ലെങ്കിലോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് യൂട്യൂബിൻ്റെ സമ്മാനമായ സിൽവറിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയല്ലോ. അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്ത അഭിനന്ദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും വായിക്കാം കേട്ടോ. നോക്കൂ, ഇന്ന് ഞാൻ മിക്കവാറും എല്ലാവരും ഉൾപ്പെടുത്താം കേട്ടോ. ആദ്യമായിട്ട് വായിക്കണത് പത്മിനി രാമചന്ദ്രനാണ്. പത്മിനി രാമചന്ദ്രൻ, കൺഗ്രാജുലേഷൻ. താങ്ക് യു പത്മിനി, താങ്ക് യു. അടുത്ത ആൾ രാജശേഖരൻ തെക്കൂട്ട്. രാജശേഖരൻ തെക്കൂട്ട് എൻ്റെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും സന്തോഷമാണല്ലോ എൻ്റേത് കിട്ടിയത്, എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. അദ്ദേഹവും എൻ്റെ സന്തോഷത്തിൽ ഒപ്പം സന്തോഷിക്കുന്നു. നിങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ലത ഹരി, കൺഗ്രാജുലേഷൻസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ലത ഹരിയാണ് കേട്ടോ. കുറേ ലതകളുണ്ട്, ഒരേ പേരുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനീഷിൽ അല്ലെങ്കിൽ പിന്നിൽ വരുന്ന ഹസ്ബൻഡിൻ്റെ പേരും അച്ഛൻ്റെ പേരൊക്കെ ആയിരിക്കുമല്ലോ. അടുത്ത ആൾ സബിത ഷാജു എഴുതിക്കുന്നത് കൺഗ്രാജുലേഷൻസ് ടീച്ചർ, ഹാപ്പി ന്യൂ ഇയർ സബിത, താങ്ക് യു. പിന്നെ അടുത്ത ആൾ ലതാ മോഹൻ, കൺഗ്രാജുലേഷൻ ടീച്ചർ. നേരത്തെ ലത ഹരിയെ കണ്ടു, ഇപ്പം ലതാ മോഹനാണ് കേട്ടോ. കൺഗ്രാജുലേഷൻ ടീച്ചർ, താങ്ക് യു ലത, താങ്ക് യു. പുഷ്പ കൃഷ്ണൻ, അഭിനന്ദനങ്ങൾ ടീച്ചർ, താങ്ക് യു പുഷ്പ, താങ്ക് യു. ശ്രീകല മനുമോൻ, കൺഗ്രാറ്റ്സ് ടീച്ചർ, താങ്ക് യു ശ്രീകല, താങ്ക് യു. ജയ സതി, ഹായ് ടീച്ചർ, അഭിനന്ദനങ്ങൾ. സ്കൂളിൽ മാർക്ക് കിട്ടിയതുപോലെ ടീച്ചർക്കും കിട്ടി ഒരു മാർക്ക്. ശരിയാ ജയ, കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കുട്ടി, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ. എത്ര നമ്മൾ പ്രായമായാലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായാലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടി ഉണ്ട്. എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ജയ ശരിയാ പറഞ്ഞത് കേട്ടോ. അപ്പോൾ താങ്ക് യു അഭിനന്ദനങ്ങൾക്ക്, താങ്ക് യു. അടുത്ത അഖില മോഹൻ, ടീച്ചർ അഭിനന്ദനങ്ങൾ, താങ്ക് യു അഖില, താങ്ക് യു. കാവ്യ പൂവത്തിങ്കൽ, കൺഗ്രാജുലേഷൻസ്. കുറേ ലവ് ചിഹ്നവും അങ്ങനെ കുറേ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കാവ്യയ്ക്ക് താങ്ക് യു കാവ്യ, താങ്ക് യു. വിജയലക്ഷ്മി പി നായർ, കൺഗ്രാജുലേഷൻസ്, താങ്ക് യു വിജയലക്ഷ്മി, താങ്ക് യു. സരസ്വതി സരയു, അഭിനന്ദനങ്ങൾ ടീച്ചർ, സരസ്വതി ടീച്ചറെ, താങ്ക് യു, താങ്ക് യു. സാജിദ ഉണ്ണികൃഷ്ണൻ, കൺഗ്രാറ്റ്സ് ടീച്ചർ, താങ്ക് യു സാജിദ. ഇന്ദു നായർ, ടീച്ചർ കൺഗ്രാജുലേഷൻസ്. പിന്നെ കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലവ് ചിഹ്നവും സന്തോഷ ചിഹ്നവും ഒക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ഇന്ദു, താങ്ക് യു. ഉഷ ജോർജ്, കൺഗ്രാജുലേഷൻ നന്ദിനി ടീച്ചർ, 1,00,000 സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു ഉഷ, താങ്ക് യു. സുധാദേവി, കൺഗ്രാജുലേഷൻ ടീച്ചർ, താങ്ക് യു സുധ, താങ്ക് യു. ഡോക്ടർ മായ രാജു, കൺഗ്രാജുലേഷൻ ടീച്ചർ, താങ്ക് യു മായ, താങ്ക് യു. നന്ദി ബി എച്ച്, വൗ ഗ്രേറ്റ് ടീച്ചർ, കൺഗ്രാജുലേഷൻസ്, താങ്ക് യു ഡിയർ, താങ്ക് യു. ഇന്ദിര കെ, കൺഗ്രാറ്റ്സ്, താങ്ക് യു ഇന്ദിര, താങ്ക് യു. ബീന അരവിന്ദാക്ഷൻ, കൺഗ്രാജുലേഷൻ ടീച്ചർ, താങ്ക് യു ബീന, താങ്ക് യു. സുപ്രിയ വ്ളോഗ്സ്, കൺഗ്രാറ്റ്സ് അമ്മക്കിളി, താങ്ക് യു സുപ്രിയ.
എന്നെ അമ്മക്കിളിന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ സുപ്രിയാനെ സുപ്രോ എന്ന് വിളിക്കാം കേട്ടോ. എനിക്കറിയാം സുപ്രോ എന്ന് വിളിക്കുന്ന സുപ്രിയയ്ക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ ശോഭന മോഹൻ, കൺഗ്രാജുലേഷൻ. താങ്ക് യു ശോഭന, താങ്ക് യു. ബാബു നായർ, അഭിനന്ദനങ്ങൾ. താങ്ക് യു ബാബു, താങ്ക് യു. ഗീത ജോഷി, കൺഗ്രാറ്റ്സ് ടീച്ചർ. താങ്ക് യു ഗീത, താങ്ക് യു. രണ്ടു വട്ടം താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതുവരെ പറയാതിരുന്ന വല്ലതുണ്ടെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ. 1000 താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ശ്രീജ ഉണ്ണികൃഷ്ണൻ, കൺഗ്രാജുലേഷൻ. താങ്ക് യു ശ്രീജ, താങ്ക് യു. മീന റാം, ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടീച്ചർ. താങ്ക് യു മീന, താങ്ക് യു. രുക്മിണി മാരാർ, കൺഗ്രാജുലേഷൻസ്. ഇനി ഗോൾഡ്, ഡയമണ്ട് എന്നിവയും കിട്ടാൻ ഇടയാകട്ടെ. അപ്പോൾ അങ്ങനെ മംഗള ആശംസിച്ചതിന് നന്ദി കേട്ടോ. അവിടേക്കൊന്നും എത്തില്ല നമ്മൾ. നിങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ നിർലോഭമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് ഇപ്പം തന്നെ എനിക്ക് ഇത്ര കിട്ടിയത്. ഇനിയും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല എങ്കിലും ഞാൻ രുക്മിണി അങ്ങനെ പറഞ്ഞുല്ലോ. താങ്ക് യു, മെനി മെനി താങ്ക്സ് കേട്ടോ. സുശീല പിള്ളൈ, കൺഗ്രാജുലേഷൻസ് നന്ദിനി ടീച്ചർ. താങ്ക് യു സുശീല, താങ്ക് യു. ശാന്തി സുബ്ബു, കൺഗ്രാജുലേഷൻ ടീച്ചർ. താങ്ക് യു ശാന്തി. രത്ന ചന്ദ്രൻ, കൺഗ്രാജുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു രത്ന. ദീപ വി ആർ, ഹായ് ടീച്ചർ, അഭിനന്ദനങ്ങൾ. പിന്നെ കുറേ ഈ തമ്പ് പ്രശ്നവും കുറേ സന്തോഷ പ്രകടനമൊക്കെ ഉണ്ട് ദീപയുടെ. മെനി മെനി താങ്ക്സ് ദീപ. അത് ഏറ്റവും കൂടുതൽ 100-ൽ കടന്ന ആൾക്കാരില്ലേ, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ എനിക്ക് കമൻറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ 2-3-4 കമൻറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലായിട്ട് ഇവരെടുത്ത് കാണിക്കണത് എന്താ, യൂട്യൂബുകാരെടുത്ത് കാണിക്കും 100 കിട്ടിയവർ. അതുപോലെ ഏറ്റവും കുറവുള്ളവർ അവരുടെയും കാണിക്കുന്നത്. ഏറ്റവും 100 കിട്ടിയവരെന്ന് പറയുമ്പോൾ അതിൽ കാണുന്നത് വനജ പ്രവീൺ ഉണ്ട്, ഈ ദീപ വി ആർ ഉണ്ട്, സുരേഷ് നായരുണ്ട്, രുക്മിണി ഉണ്ട്, പ്രസന്ന ഉണ്ട്. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ അത് മാറി നെക്സ്റ്റ് 100 അങ്ങനെ വരും. അപ്പോൾ അത് യൂട്യൂബുകാർ തന്നെ എന്നെ ഇങ്ങനെ കാണിച്ചത്, അത് എത്ര ആൾക്കാർ 100 ഇടുന്നുണ്ട് കേട്ടോ, 100 ആയി കേട്ടോ എന്ന്. അപ്പോൾ താങ്ക് യു. അടുത്തത് ജിജി ടോണി, കൺഗ്രാജുലേഷൻസ് ഡിയർ നന്ദിനി ടീച്ചർ. താങ്ക് യു ജിജി മോൾ, താങ്ക് യു. രാജലക്ഷ്മി പ്രേംകുമാർ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു രാജി. മുകുന്ദൻ കുറുവത്ത്, ഹാർദിക് ശുഭകാമനായും, ഹിന്ദിയിലാണ് എഴുതിക്കണം കേട്ടോ. താങ്ക് യു മുകുന്ദൻ, താങ്ക് യു. അഭി പൊന്നു വ്ളോഗ്സ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു അബി ആൻഡ് പൊന്നു, താങ്ക് യു. ശാന്തി നന്ദകുമാർ, ഒരു ലവ് ചിഹ്നാണ്. താങ്ക് യു ശാന്തി, താങ്ക് യു. ബിജു തയ്യാലക്കൽ, കൺഗ്രാജുലേഷൻ ടീച്ചർ. താങ്ക് യു ബിജു, താങ്ക് യു. ഉഷ ജോർജ്, സൂപ്പർ, കൺഗ്രാജുലേഷൻ 1 lakh സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഉഷ, താങ്ക് യു. സന്ധ്യ ദിലീപ്, കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു സന്ധ്യ, താങ്ക് യു. അരുൺ ബി രാജ്, കൺഗ്രാജുലേഷൻസ് അമ്മ. താങ്ക് യു മോനെ അരുൺ, താങ്ക് യു. ലിൻസ ടി ബി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ലിൻസ, താങ്ക് യു. ആനി ടെസ്സിൽ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ആനി, താങ്ക് യു. മനു ഗെയിമിംഗ്, ഹായ്, ഗുഡ് ഈവനിങ് ടീച്ചർ അമ്മേ. ഗുഡ് മോർണിംഗ് മനു, ഗുഡ് മോർണിംഗ്. താങ്ക് യു കേട്ടോ. ലക്ഷ്മിക്കുട്ടി നായർ, വെരി വെരി ഹാപ്പി, കൺഗ്രാജുലേഷൻസ്. പാർട്ടി വേണം കേട്ടോ. ഉറപ്പായിട്ടും പാർട്ടി തരാം. അത് ഇങ്ങോട്ട് വരില്ലേ ഇങ്ങോട്ട്, അതായത് ലക്ഷ്മിക്കുട്ടി നാട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ ഒന്ന് അറിയിക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ലക്ഷ്മിക്കുട്ടി, താങ്ക് യു. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. താങ്ക് യു പ്രസന്ന. പ്രസന്നയും 100-ൽ പെട്ട ആളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 100 കാണിക്കുമല്ലോ, അതിൽ പെട്ടതാ. 100 നിങ്ങൾ 1000 ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. താങ്ക് യു പ്രസന്ന, താങ്ക് യു. വിനീത് ശ്രീലകത്ത്, ആശംസകൾ ടീച്ചർ. താങ്ക് യു വിനീത്, താങ്ക് യു. വിനീത് 100-ൻ്റെ ആളാണ് കേട്ടോ. വിശാൽ, കൺഗ്രാജുലേഷൻസ് വല്യമ്മ. താങ്ക് യു വിശാൽ, താങ്ക് യു കേട്ടാ. സുരേഷ് നായർ, കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇങ്ങനെ ലവ് ചിഹ്നുണ്ട്, ഫ്രം മീ. താങ്ക് യു സുരേഷ്, താങ്ക് യു. ഈ സുരേഷും 100-ൻ്റെ ആൾ തന്നെയാണ് കേട്ടോ, സുരേഷ് നായർ.
വനജ പ്രവീൺ. കൺഗ്രാജുലേഷൻസ് ചേച്ചി. താങ്ക് യു വനജ. സന്നൂസ് ചാനൽ ടീച്ചർ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സന്നു. താങ്ക് യു. സുപ്രിയ വ്ളോഗ്സ്. ഹാപ്പി ന്യൂ ഇയർ അമ്മക്കിളി. താങ്ക് യു സുപ്രിയ. താങ്ക് യു. ഫ്രാൻസിസ് കൈതാരത്ത്. കൺഗ്രാജുലേഷൻസ് ടീച്ചർ. താങ്ക് യു ഫ്രാൻസിസ്. താങ്ക് യു. ലക്ഷ്മി മേനോൻ. കൺഗ്രാറ്റ്സ് ടീച്ചർ സർ, ഓൾ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ജയശ്രീ ചേച്ചി. കീപ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു. മെനി താങ്ക്സ്. ലക്ഷ്മിയും ഇതുപോലെ തന്നെ 100ൻ്റെ ആളാണ് കേട്ടോ. ലളിത ബാലകൃഷ്ണൻ. കൺഗ്രാജുലേഷൻസ് ചേച്ചി. താങ്ക് യു ലളിത. താങ്ക് യു. അമ്മമാരറിയാൻ എന്ന പേരുള്ള ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളെ നേരത്തെ ശീലിപ്പിക്കണം. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ജനിച്ചു വരുമ്പോഴേക്കും ഇംഗ്ലീഷിലെ കാർട്ടൂണൊക്കെ കൊടുക്കണത്. കാരണം ഞാൻ കുറ്റം പറയല്ല കേട്ടോ, കാലത്തിനനുസരിച്ച് നമ്മൾ പോകണം, എല്ലാം വേണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എങ്ങനെ വേണോ അതൊക്കെ ചെയ്യണം. പക്ഷേ നമ്മുടെ സംസ്കാരം അത് കളയാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് ആ വീഡിയോ ഇട്ടത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചു, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ അയൽപ്പക്കക്കാരെ, നമ്മുടെ നാട്ടുകാരെ ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛനമ്മ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം ആൾക്കാരൊക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയാണ്. കാരണം അമ്മമാർ എപ്പോഴും പണിത്തിരക്കാണല്ലോ. അപ്പോൾ അവരുടെ പണികൾ കഴിയാൻ, ഇവരുടെ ശല്യത്തിൽ കുറയാനായിട്ട് ഒരു ഫോണൊക്കെ കൊടുക്കും, ഏതെങ്കിലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അവരതിലിരുന്ന് അങ്ങനെ മുഴുകാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, ആഹാരം വരെ വായയിൽ കൊടുക്കും. ഇവർ കണ്ണ് ഇങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ആയിരിക്കും. അങ്ങനെ 3 വയസ്സാകുമ്പോഴേയും അവർ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, കുറച്ച് അകലെയാണെങ്കിൽ അത്ര നല്ലതാണ്. പിന്നെ അവർക്ക് ബസ്സിൽ കയറണ്ട, കാരണം അവർക്ക് സ്കൂൾ ബസ് ഉണ്ടല്ലോ. അപ്പം മറ്റുള്ള ആൾക്കാരായിട്ട് യാതൊരു ബന്ധമില്ല. സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിൽ പോയി അവിടെ ആ ക്ലാസ്സിലുള്ള പിള്ളേർ മാത്രമായിട്ട് അറിയും. തിരിച്ച് അതേ സ്കൂൾ ബസ് വീട്ടിൽ. പിന്നെ ഈ ലോകമായിട്ടൊരു പരിചയം ഇല്ലാണ്ട് വരികയാണ്. അതിനിടയ്ക്ക് പിന്നെ എന്തെങ്കിലും പരിചയം ഉണ്ടായാൽ തന്നെ ഈ വീട്ടിൽ നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഒന്നും നേരമില്ല. കുട്ടികൾ നമ്മുടെ ഇതിഹാസവും പുരാണമൊക്കെ അറിയണത് കാർട്ടൂണുകളിൽ കൂടെയൊക്കെയാണ്. അമ്മയ്ക്ക് നേരമില്ല പറയാനായിട്ട്. അതൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ. അത് പോരാ എന്നുള്ള ഒരു അറിയിക്കലായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോ. അതിന് വേണ്ടി ചെയ്തതാട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളും മാസങ്ങളും പക്ഷങ്ങളും അതുപോലെ എങ്ങനെ പിറന്നാൾ എങ്ങനെ ചെയ്യണം, ശ്രാദ്ധം എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ടാണ് ഞാനിത് ചെയ്തത്. അത് ഈ കേരളത്തിൽ ജീവിക്കുന്ന മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. കുറേ പേര് അതിന് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിന് കമൻ്റ് ചെയ്ത് രാജശേഖരൻ തെക്കൂട്ട്. ഇക്കാലത്ത് അമ്മമാർ തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ. വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. സന്നൂസ് ചാനൽ. സന്നു പറയുന്നു, നമ്മൾ ഹിന്ദുക്കൾ എല്ലാറ്റിനും നാൾ നോക്കും, ക്രിസ്ത്യൻ അല്ല, അവർക്ക് അതിന് ഡേറ്റാണ്. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഓരോരുത്തർക്ക് ഓരോ സംസ്കാരമാണല്ലോ, അതൊക്കെ ഒക്കെ തന്നെ. പക്ഷേ ആ നാളാണെങ്കിൽ തന്നെ, ആ മലയാള മാസമാണെങ്കിൽ തന്നെ അത് അറിയണ്ടേ? അറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് വേറെ പല രാജ്യങ്ങളിലത്തെയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അത്രയേ ഉള്ളൂ. അതറിയണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പാർവതി. വളരെ നല്ല അറിവുകൾ. മനസ്സിലാക്കിയല്ലോ പാർവതിയും. അതനുസരിച്ച് നിങ്ങൾ മക്കളെയൊക്കെ ഒന്ന് അതുപോലെ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു പാർവതി. ശില്പ സിജിൽ. അടിപൊളി. ഓക്കെ, താങ്ക് യു. അനുവർത്തിക്കണം കേട്ടോ. അമ്മൂസ് ട്രാവലോഗ്സ്. കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടോ. താങ്ക് യു പത്മിനി. അറിയാം, അമ്മൂസ് ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ പത്മിനിയാണ്, എനിക്കറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാണ്, അവരൊക്കെ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ, എങ്കിലും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. സരസ്വതി കെ. ടീച്ചർ താങ്ക്സ്, ഒരുപാട് അറിവുകൾ നൽകിയതിന്. താങ്ക് യു സരസ്വതി. പ്രസന്ന ഉണ്ണികൃഷ്ണൻ. പഴയകാല ഓർമ്മകൾ തിരിച്ചു വന്നു, എല്ലാം ഓർമ്മിപ്പിച്ചതിന് നന്ദി ടീച്ചർ. താങ്ക് യു പ്രസന്ന. താങ്ക് യു. പ്രസന്നയ്ക്കൊക്കെ അറിയാം
നന്നായിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് പുതിയ തലമുറയ്ക്കും കൂടി അറിയണം എന്ന് വെച്ച് തന്നെയാണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകലാണ് കേട്ടോ. കുറേ പേർക്ക് അറിയാനുള്ളതാണ്. ദീപ വി ആർ ടീച്ചർ, ഹായ് ടീച്ചർ, വളരെ നല്ല കാര്യങ്ങൾ. ഇന്നത്തെ അമ്മൂമ്മമാർ സീരിയൽ കാണാനാണ് താല്പര്യം. അമ്മൂമാരും എങ്ങനെയായി? പക്ഷെ അമ്മൂമാർക്ക് അറിയാം കേട്ടോ. അവരത് മക്കൾക്ക് കൊടുക്കാണ്ട് അവർ വേറെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ അമ്മൂമ്മമാരെ, ഈ ടി വിയും സീരിയലും കാണുന്ന അമ്മൂമ്മമാരെ, നമ്മളുടെ കാര്യങ്ങൾ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദീപ അവരോട് പറഞ്ഞോളൂ, അമ്മൂമ്മമാരോട് പറയാട്ടോ നമുക്ക്. അപ്പോൾ ദീപയുടെ കമൻറ്റിന് താങ്ക്സ്. പത്മിനി രാമചന്ദ്രൻ, വളരെ നല്ല മെസ്സേജ് ആണ്. ഇത് നോക്കുക എല്ലാവരും കേട്ടോ. ഒന്ന് കാണാത്തവരൊന്ന് നോക്കിക്കോളൂ. ഞാൻ നിങ്ങളെ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ട് പോണതല്ല, നമ്മുടെ സംസ്കാരത്തെ മുന്നിലേക്ക് കൊടുക്കാനാണ് പറയണത്. പത്മിനി താങ്ക് യു. സുധാ വാര്യർ സൂപ്പർ. സുധയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സുധയ്ക്ക് നന്ദി. ലക്ഷ്മിക്കുട്ടി നായർ, വെരി വെരി ഗുഡ് നന്ദിനി. എൻ്റെ കുട്ടിക്കാലത്തേക്ക് നന്ദിനി കൊണ്ടുപോയി. നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണല്ലോ. വെരി ഹാപ്പി. ഐ യൂസ് ടു ഡു ഓൾ ദിസ് ടു മൈ ചിൽഡ്രൻ. വെരി ഗുഡ് ലക്ഷ്മിക്കുട്ടി, എനിക്കറിയാൻ ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു. ശകുന്തള രവി, നല്ല അറിവ് പറഞ്ഞു കൊടുക്കുന്നത് ലവ് ചിഹ്നാണ്, നല്ലതാണെന്ന്. ശരിയാ, അത് നമ്മളും പറഞ്ഞു കൊടുക്കണം കേട്ടോ ശകുന്തളെ. രുക്മിണി മാരാർ, ഞാനും ചെറുപ്പത്തിൽ ഇതേ ജീവിതചര്യകൾ തന്നെയാണ് തുടർന്നിരുന്നത്. മക്കളെയും അതൊക്കെ ശീലിപ്പിച്ചു. വലുതായപ്പോൾ അവർ അതൊന്നും പാലിക്കാതെ ആയി. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് വർക്ക് ലോഡ് കുറച്ച് കൂടുതലാണ്. വൈകുന്നേരം ഹോംവർക്ക് കൂടാതെ പിന്നെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ വർക്കിംഗ് പാരൻസ് ആകുമ്പോൾ അവർക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നത് മറ്റൊരു കാര്യം. കൂട്ടുകുടുംബം എന്ന രീതി അപൂർവം. കല്യാണം കഴിഞ്ഞ മക്കൾ മാറി താമസിക്കുന്നത് മറ്റൊരു കാരണം. അതുകൊണ്ട് ഗ്രാൻഡ് പാരൻസിൻ്റെ ശ്രദ്ധ അവർക്ക് കിട്ടാതെ പോകുന്നു എന്നത് മറ്റൊരു വശം. പഴയകാല രീതികൾ ഇങ്ങനെ കുറേശ്ശെയായി മാറി മാറി വരുന്നു. രുക്മിണി പറഞ്ഞത് സത്യാവസ്ഥയാണ്. ഞാനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതാണ് പറയണത്, കൂട്ടുകുടുംബമോ അല്ലെങ്കിൽ അമ്മൂമ്മമാരുടെ അടുത്ത് കൊണ്ടാക്കിയെങ്കിലും ചെയ്യാം മക്കളെ കുറച്ച് ദിവസമൊക്കെ. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ തന്നെ വെക്കേഷൻ വരുമ്പോഴൊക്കെ കുറച്ച് ദിവസം നിങ്ങൾ അമ്മമാരുടെ അടുത്ത് പോയി താമസിക്കുക. കുട്ടികൾക്ക് അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് അവരോട് പറയുക. അപ്പോൾ രുക്മിണി കാര്യമായിട്ട് തന്നെ പറഞ്ഞു, കണ്ടില്ലേ? രുക്മിണിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലൊക്കെ തുടങ്ങാം കേട്ടോ. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രുക്മിണി നന്നായിട്ട് എഴുതുന്നുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രുക്മിണിയുടെ കയ്യിൽ ഒരുപാട് കുറേ കാര്യങ്ങളുണ്ട് രുക്മിണി. അപ്പോൾ രുക്മിണി അതൊന്നൊരു കാര്യം ചെയ്യുമോ, കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസിൽ ആക്കിയിട്ട് നന്നായിട്ട് അറിയാം രുക്മിണിക്ക് ഇത് ചെയ്യാനായിട്ട്. എനിക്കറിയാം, ചെയ്യൂ, അറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ ആയിരിക്കും അവർ. പക്ഷേ കാരണം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് അധികം ആൾക്കാർ കാണുന്നില്ല. കാരണം ഇതൊന്നും താല്പര്യമില്ല. ആൾക്കാർ വരും, ഓ പിന്നെ ഒരു സംസ്കാരം, ഇംഗ്ലീഷൊക്കെ മാത്രം പഠിച്ചാൽ മതി, എന്തിനാ ഇപ്പം മലയാളം പഠിക്കണത്, പഠിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ അത് എന്ത് പറയണ. എത്രയോ പിള്ളേരുകളുണ്ടെന്നറിയോ. പക്ഷേ അവർ കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാക്കും എന്ത് എന്നല്ലേ. അപ്പോൾ രുക്മിണിക്ക് തുടങ്ങാം കേട്ടോ. എന്തായാലും ഇത്ര നല്ല ഒരു അഭിപ്രായം പറഞ്ഞതിന് കേട്ടോ. മനു ഗെയിമിംഗ്, ഹായ് ടീച്ചർ അമ്മേ. പോയ കാലത്തിൻ്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന ഈ വ്ളോഗ് വളരെ ഇഷ്ടമായി. അതിലേറെ ഇഷ്ടമാ ഈ ടീച്ചറമ്മയെ. ജീവിത സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മനു, താങ്ക് യു. ശോഭന മോഹൻ, സൂപ്പർ വീഡിയോ ടീച്ചർ. താങ്ക് യു ശോഭന. സുധ സി, സൂപ്പർ ടീച്ചർ. താങ്ക് യു സുധ, താങ്ക് യു. സുധയും 100-ൻ്റെ ആളാട്ടോ, ശോഭനയും 100-ൻ്റെ ആളാട്ടോ. ദേവിക സൂപ്പർ ടീച്ചർ. താങ്ക് യു ദേവിക, താങ്ക് യു. കെ ദിവാകര മേനോൻ, താങ്ക് യു, വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. ജയ ആനന്ദ്,
സൂപ്പർ അമ്മേ. താങ്ക് യു ജയ, താങ്ക് യു. വിജയലക്ഷ്മി തുളസീധരൻ, എക്സലൻറ്റ് വീഡിയോ ടീച്ചർ. താങ്ക് യു വിജയലക്ഷ്മി, താങ്ക് യു. ശാന്തി നന്ദകുമാർ, ശാന്തി ലവ് ചിഹ്നാട്ടക്കണത് കേട്ടോ. താങ്ക് യു ശാന്തി, താങ്ക് യു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. എനിക്കും നല്ല നിർബന്ധമുള്ള കാര്യമാണ്, നമ്മുടെ സംസ്കാരം കളയരുത്, ഇതില്ലാണ്ടാക്കരുത്. അത് നമുക്ക് ഇനി കുറേ കാലം കഴിയുമ്പോൾ അത് റിസർച്ച് ചെയ്ത് കൊണ്ടെടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ അനുവർത്തിക്കുക. ഇത് എത്ര തിരക്കുണ്ടെങ്കിലും ആ സന്ധ്യ നേരമൊക്കെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ വേണം. നമ്മൾ പറയില്ലേ, എത്ര അറിവുണ്ടായാലും എത്ര പണം ഉണ്ടായാലും എത്ര മഹാത്മ്യം ഉണ്ടായാലും ഒക്കെ ഉണ്ടായാലും ഭഗവാന്റെ പാതാരബന്ധത്തിൽ ഇത്തിരി ഭക്തി ഇല്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെയാണ് മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ അനുഷ്ഠിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഞാനൊരു സുഭാഷിതം അർത്ഥം പറഞ്ഞിട്ടതാണ് കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് പ്രവേശിച്ചത് തന്നെ സുഭാഷിതങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഞാനൊരു സംസ്കൃത അധ്യാപികയായിരുന്നത് കൊണ്ട്, സംസ്കൃതം നിർബന്ധ വിഷയമല്ലാത്തത് കൊണ്ടും എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, സംസ്കൃതം പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ സംസ്കൃതം പഠിച്ചതൊക്കെ. അങ്ങനെ ഞാൻ പഠിച്ച് സംസ്കൃത അധ്യാപികയായി. പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. ഒരുപാട് സർവീസും ഉണ്ട്, ഒരുപാട് കുട്ടികളും ഉണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എന്നെ ഞാൻ വിശ്വസിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംസ്കൃതത്തിൽ കുറേ മുത്തുകളാണ്, മുത്തുകളാണുള്ളത്. അതൊരിക്കലും നശിക്കാത്ത മുത്തുകളാണ് എല്ലാതും. അപ്പോൾ അത് ഈ പഠിക്കാൻ സാധിച്ചത് എന്ത് സുഹൃതം ചെയ്തിട്ടാണ്. എൻ്റെ അച്ഛൻ ചെയ്ത സുഹൃതമാണത്, അമ്മ ചെയ്ത സുഹൃതമായിരിക്കും, എൻ്റെ ജന്മം തന്നെ അത് തന്നെയായിരിക്കും കേട്ടോ. പറയുമ്പോഴിങ്ങനെ മേലൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുക കേട്ടോ. അപ്പം എൻ്റെ മകനും പറയും, അമ്മ റിട്ടയർ ചെയ്താൽ അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ അമ്മ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി തന്നെയല്ലേ. അങ്ങനെയാണ് സംസ്കൃതത്തിലെ സുഭാഷിതങ്ങൾ കഥകളൊക്കെ എടുത്തിടാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അന്നൊന്നും ആർക്കും അത് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോഴത്തെ യുഗം, ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ്. ആർക്കും പഴയതൊന്നും വേണ്ട. എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുക, ടി വി കാണുക, മൊബൈൽ കാണുക, വീഡിയോ കാണുക, ഗെയിം കളിക്കുക, ഇതൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പാചകം കാണുക, നല്ല പാചകം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ടൂർ പോകുക, അങ്ങനത്തെയൊക്കെയാണ്. അതിനിടയ്ക്ക് ഈ സംസ്കൃതത്തെക്കുറിച്ച് ചിന്തിക്കാനോ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാനോ ഒന്നും നേരമില്ല. അപ്പം ഞാനൊരു ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് മാത്രം. കാരണം ഈ കൂട്ടത്തിൽ കൂടെ ഇതെന്താണെന്നറിയാൻ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ ഇട്ടാലൊന്നും അധികം ആൾക്കാർ ഇഷ്ടമില്ല കേട്ടോ. എങ്കിലും എൻ്റെ സന്തോഷത്തിന് നമ്മൾ പറയില്ലേ, 1000 കുട്ടികളെ പഠിപ്പിച്ചു എന്നൊക്കെയാ. ഈ 1000 പേരും പണ്ഡിതന്മാരാവണം എന്നൊന്നുമില്ല, ഒരാളായാൽ മതി. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ മതി, ആരെങ്കിലുമൊക്കെ ഒന്ന് അത് ചെയ്താൽ മതി എന്നാണ് എനിക്കുള്ളത്. നോക്കൂ, ഞാനിട്ട് ആ സുഭാഷിതത്തിൻ്റെ പേര് സുഭാഷിതം വ്യക്തമാക്കുന്നു. അതിൽ ആ സുഭാഷിതത്തിൻ്റെ വ്യക്തമാക്കിയപ്പോൾ കുറച്ച് കഥയൊക്കെ പറയേണ്ടി വന്നു. അപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ പറയുന്നത്, കഥകളും സുഭാഷിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ കുറച്ച് കമൻറ്റുകൾ ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തെ ആൾ വനജ പ്രവീൺ തന്നെയാണ്. സൂപ്പർ സുഭാഷിതവും കഥയും ചേച്ചി, എനിക്കിഷ്ടമായി എന്ന്. താങ്ക് യു വനജ, താങ്ക് യു വനജ വെരി മച്ച്. പിന്നെ പ്രസന്ന ഉണ്ണികൃഷ്ണൻ, സൂപ്പർ ടീച്ചറെ, നല്ല കഥ, 6ാം ക്ലാസ്സിൽ ഒന്ന് പോയിട്ട് വന്നു. ഇത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കഥയാണ്. അപ്പോൾ പ്രസന്ന എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പഠിച്ചാലും എല്ലാവരും ആ കിട്ടിയതൊക്കെ അവിടെ ഇട്ടിട്ട് പോരാറ പതിവ്, കൊണ്ടുപോരാറില്ല. പക്ഷെ അതൊക്കെ വീണ്ടും അവിടെ നിന്ന് പെറുക്കിയെടുക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോയിട്ട് വീണ്ടും എടുത്തു കേട്ടോ പ്രസന്നെ താങ്ക്സ്. അമ്മക്കിളി സൂപ്പർ. ആരാ പറഞ്ഞ? സുപ്രിയ അല്ലേ? താങ്ക് യു സുപ്രിയ. ഇനി ശോഭന മോഹൻ, സൂപ്പർ വീഡിയോ ടീച്ചർ. ശോഭനയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. താങ്ക് യു ശോഭന, താങ്ക് യു. വിജയലക്ഷ്മി തുളസീധരൻ, സൂപ്പർ വീഡിയോ ടീച്ചർ. താങ്ക് യു വിജയലക്ഷ്മി, താങ്ക് യു. ഗീത രാമൻ, ലവ് ചിഹ്നാണ്. താങ്ക് യു ഗീത, താങ്ക് യു വെരി മച്ച്.
ജെ ജെ തോട്ട്സ്. ജെ ജെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിക്കും പേരെനിക്കറിയില്ല കുട്ടിയുടെ, ആ കുട്ടിക്കും പ്രത്യേകം നന്ദി കേട്ടോ. ദീപ വി ആർ, ഹായ് ടീച്ചർ, സുഖമാണോ? അതേ മോളെ, സുഖം തന്നെയാട്ടോ. രുക്മിണി മാരാർ, രുക്മിണി വരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്താണെന്നറിയോ പറഞ്ഞത്? പൃഥിവ്യാം ത്രീണി രത്നാനി ജലം അന്നം സുഭാഷിതം മൂഢൈ പാഷാണഖണ്ഡേഷു രത്നസംജ്ഞാ വിധീയതേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? പൃഥിവ്യാം ത്രീണി രത്നാനി, ഭൂമിയിൽ, പൃഥിവിച്ച ഭൂമിയാണ്, ഭൂമിയിൽ ത്രീണി രത്നാനി, 3 രത്നങ്ങളുണ്ടെന്ന്. എന്തൊക്കെയാണെന്നറിയോ? ജലം അന്നം സുഭാഷിതം. ഒന്ന് ജലമാണ്, വൈഡൂര്യവും വജ്രമൊന്നും അല്ല. എന്താണ്? ഒന്ന് ജലം, അറിയാം, ജലം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അന്നം, ആഹാരം. സുഭാഷിതം, ഞാനിപ്പോൾ പറയുന്നുകൊണ്ടിരിക്കുന്ന സുഭാഷിതങ്ങളൊക്കെയാണെന്ന്. മൂഢൈഹി പാഷാണഖണ്ഡേഷു രത്നസംജ്ഞാ വിധീയതേ. മൂഢന്മാർ, മണ്ടന്മാരാണ്. പാഷാണഖണ്ഡത്തിൽ, പാഷാണം വെച്ചാൽ കല്ല് എന്നർത്ഥം. പാഷാണഖണ്ഡേഷു, കല്ലിൻ കഷ്ണങ്ങളിലാണ് മൂഢന്മാർ രത്നസംജ്ഞാവിധി, രത്നം എന്ന് വിധിക്കപ്പെടുന്നത്. മൂഢന്മാരാൽ രത്നസംജ്ഞ വിധിക്കപ്പെടുന്നത്, രത്നം എന്ന് പറയപ്പെടുന്നത് പാഷാണഖണ്ഡത്തിലാണ്, കല്ലിലാണ്. അതായത് നമ്മൾ രത്നം എന്ന് പറയുന്ന ഈ നവരത്നങ്ങളൊക്കെ വെറും കല്ലുകളാണ്. പക്ഷേ 3 രത്നമാണ് പൃഥിവിയിലുള്ളത്. നല്ല ശുദ്ധമായ ജലവും നല്ല ശുദ്ധമായ അന്നവും പിന്നെ സുഭാഷിതവുമെന്ന്. നോക്കൂ, വീണ്ടും പറയുന്നു രുക്മിണി. ആരോഗ്യം എങ്ങനെയുണ്ട്? വേഗം തന്നെ പൂർണ്ണമായും മാറി സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമസ് ആശംസകൾ. പ്രാർത്ഥനയ്ക്കും ആശംസയ്ക്കും പിന്നെ നല്ല കമൻറ്റിനും പ്രത്യേകം നന്ദി രുക്മിണി. ഓക്കെ, അടുത്തത് ബാബു നായർ, കാല് സുഖമായോ? മാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ബാബു. അടുത്തതാണ് കെ പി ഗീതാവർമ്മ, ടീച്ചറെ സുഖമാണോ? കുഴപ്പമില്ല മോളെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇതുവരെ എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹവും എല്ലാം എനിക്ക് വേണം കേട്ടോ. പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് നാളെ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. മിക്കവാറും ഒരു 15 ദിവസത്തിനുള്ളിൽ ശരിയാവും. ഞാൻ അപ്പോൾ പുറത്തേക്ക് വരും, അടുക്കളയിൽ ചെല്ലും, പാചകം തുടരും, എൻ്റെ ചെടികളുടെ അടുത്ത് പോകും. നിങ്ങളെല്ലാം എൻ്റെ കൂടെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു.